അപ്പോൾ നമ്മൾ വെൽഡിങ് മെഷീൻസ് വരെയാണ് പറഞ്ഞിരുന്നത്. അതിനകത്ത് AC വെൽഡിങ് മെഷീനും പറഞ്ഞു, DC വെൽഡിങ് മെഷീൻസും പറഞ്ഞു. ഇനി നമ്മൾ പൊളാരിറ്റി ഇൻ ആർക്ക് വെൽഡിങ് എന്ന് പറയുന്നൊരു ചെറിയ ടോപ്പിക്ക് പറയാൻ പോകുന്നു. പൊളാരിറ്റി ഇൻ ആർക്ക് വെൽഡിങ്. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് പൊളാരിറ്റി? ദ പൊളാരിറ്റി ഓഫ് എ മെഷീൻ റെഫേഴ്സ് ടു ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഫ്ലോ. കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷനെയാണ് നമ്മൾ പൊളാരിറ്റി എന്നുള്ള ടേം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ പൊളാരിറ്റി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഓൺലി ഇൻ DC കറണ്ട് ഉപയോഗിച്ച് വെൽഡ് ചെയ്യുന്നിടത്ത് മാത്രമേ പൊളാരിറ്റി ഉള്ളൂ. പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷനാണ് പൊളാരിറ്റി. AC അൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നും പറയും, നമ്മൾ DCയെ ഡയറക്റ്റ് കറണ്ട് എന്നും പറയും. AC എന്ന് പറഞ്ഞാൽ ഒരു തിരമാല പോലാണ് അതിൻ്റെ വേവ് ഫോർമേഷൻ പോകുന്നത്. അതായത് കറണ്ട് ഏത് ഡയറക്ഷനിലും ഫ്ലോ ചെയ്യും. ഇപ്പോൾ നമുക്കിപ്പം ഇപ്പോൾ B എന്ന് രണ്ട് ടെർമിനലുകളൊന്ന് വെക്കുക. എയിൽ നിന്ന് ബിയിലോട്ട് മാത്രമല്ല കറണ്ട് ഫ്ലോ ചെയ്യുന്നത്, എയിൽ നിന്ന് ബിയിലോട്ടും പോവും, തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ടും വരും. അപ്പോൾ അതിന് കൃത്യമായ കറണ്ട് ഫ്ലോ ഇല്ല. അതുകൊണ്ടാണ് പൊളാരിറ്റി AC കറണ്ട് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നിടത്ത് പൊളാരിറ്റി ഇല്ല എന്ന് പറയുന്നത്. എന്നാൽ പൊളാരിറ്റി ഉള്ളത് DC സോഴ്സ് ഉപയോഗിക്കുമ്പോൾ മാത്രം. DC പവർ സപ്ലൈ ഉപയോഗിച്ച് നമ്മൾ വെൽഡ് ചെയ്യുമ്പോഴാണ് പൊളാരിറ്റി ഉള്ളത്. അതായത് എന്താണ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ? പൊളാരിറ്റി രണ്ട് തരം, റിവേഴ്സ് പൊളാരിറ്റിയും ഉണ്ട്, സ്ട്രെയിറ്റ് പൊളാരിറ്റിയും ഉണ്ട്. റിവേഴ്സ് പൊളാരിറ്റി ഉണ്ട്, സ്ട്രെയിറ്റ് പൊളാരിറ്റി ഉണ്ട്. ഈ റിവേഴ്സ് പൊളാരിറ്റി എന്താണെന്ന് പറയാം, ശ്രദ്ധിച്ചോളുക. വെൻ ദ ഇലക്ട്രോഡ് കേബിൾ ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ, when the electrode cable is connected to the positive terminal, it is called positive polarity or reverse polarity. ഇതാണ്ട് കണ്ടോ, ഇലക്ട്രോഡ് ഹോൾഡർ എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ നിങ്ങൾ? അതുപോലെ വർക്കും ഉണ്ട്. ഈ ഇലക്ട്രോഡ് കേബിളിൻ്റെ വയറ്, ഇലക്ട്രോഡ് ഉപയോഗിക്കുന്നതിൻ്റെ ഇലക്ട്രോഡ് ഹോൾഡറിൻ്റെ വയറ് പോയേക്കുന്നത് കണ്ടോ? ഇലക്ട്രോഡ് കേബിൾ പോയേക്കുന്നത് ദാണ്ട് ആ വെൽഡിങ് മെഷീൻ DC എന്ന് എഴുതിയേക്കുന്നതിൻ്റെ പോസിറ്റീവ് ഭാഗത്തോട്ടും, എന്നാൽ വർക്കിൻ്റെ കണക്ഷൻ പോയേക്കുന്നത് അല്ലെങ്കിൽ എർത്ത് കേബിൾ പോയേക്കുന്നത് നെഗറ്റീവ് ഭാഗത്തുമാണ്. അപ്പോൾ ഒരു കണക്ഷനിനകത്ത് ഇലക്ട്രോഡ് കേബിള് പോസിറ്റീവ് ടെർമിനൽ കണക്ട് ചെയ്താൽ അതിനെ നമ്മൾ റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ പോസിറ്റീവ് പൊളാരിറ്റി എന്ന് പറയും. മനസ്സിലായോ? നമ്മൾ ഷോർട്ട് ഫോമായിട്ട് DCEP എന്ന് പറയും. DCEP, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്. അപ്പോൾ റിവേഴ്സ് പൊളാരിറ്റി അഥവാ പോസിറ്റീവ് പൊളാരിറ്റി എന്തെന്നാൽ, പവർ സോഴ്സിലെ പോസിറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോഡ് കേബിൾ കണക്ട് ചെയ്യുന്നതാണ് പോസിറ്റീവ് പൊളാരിറ്റി അല്ലെങ്കിൽ റിവേഴ്സ് പൊളാരിറ്റി. ഇനി രണ്ടാമത് വ്യത്യസ്തമായ ഒരു രീതി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് പൊളാരിറ്റിയാണ്. സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ നടക്കുന്നത് ഇവിടെ പോസിറ്റീവിലാണ് ഇലക്ട്രോഡ് കേബിൾ ഘടിപ്പിച്ചിരിക്കുന്നതെങ്കിൽ, സ്ട്രെയിറ്റ് പൊളാരിറ്റിയിൽ അഥവാ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് നെഗറ്റീവ് പൊളാരിറ്റി. നെഗറ്റീവ് പൊളാരിറ്റിയിൽ ഇലക്ട്രോഡ് കേബിൾ കണക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലിലും എർത്ത് കേബിൾ കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിലും ആയിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. റിവേഴ്സ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് പോസിറ്റീവും വർക്ക് നെഗറ്റീവ് ടെർമിനലും കണക്ട് ചെയ്യുന്നു. സ്ട്രെയിറ്റ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ വർക്ക് പോസിറ്റീവിലും ഇലക്ട്രോഡ് നെഗറ്റീവിലും കണക്ട് ചെയ്യുന്നു. When the electrode cable is connected to the negative terminal, it is called negative polarity or straight polarity. അതാണ് രണ്ട് പൊളാരിറ്റികൾ. വെൽഡിങ്ങിൽ രണ്ട് പൊളാരിറ്റികളേ ഉള്ളൂ. ഈ പൊളാരിറ്റി ഉള്ളത് DC കറണ്ട് ഉപയോഗിക്കുമ്പോൾ മാത്രമാണ്. DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്. AC കറണ്ട് ഉപയോഗിക്കുമ്പോൾ പൊളാരിറ്റി ഇല്ല. AC ഹാസ് നോ പൊളാരിറ്റി. DC ഉപയോഗിക്കുമ്പോൾ മാത്രമേ പൊളാരിറ്റി ഉള്ളൂ. ആ രണ്ട് പൊളാരിറ്റിയാണ് സ്ട്രെയിറ്റ് പൊളാരിറ്റിയും റിവേഴ്സ് പൊളാരിറ്റിയും. റിവേഴ്സ് പൊളാരിറ്റിയെ പറയുന്ന മറ്റൊരു പേര് പോസിറ്റീവ് പൊളാരിറ്റി. എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിലായിരിക്കും. സ്ട്രെയിറ്റ് പൊളാരിറ്റി അല്ലെങ്കിൽ നെഗറ്റീവ് പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇലക്ട്രോഡ് കണക്ട് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലിലായിരിക്കും. ഇതാണ് തമ്മിലുള്ള വ്യത്യാസം. ഇനി റിവേഴ്സ് പൊളാരിറ്റിയെ നമ്മൾ DCEP എന്ന് പറയും, ഡയറക്റ്റ് കറണ്ട് ഇലക്ട്രോഡ് പോസിറ്റീവ്.
സ്ട്രെയിറ്റ് പൊളാരിറ്റിയെ DCEN എന്ന് പറയും. DC ഡയറക്റ്റ് കറണ്ട്, ഇലക്ട്രോഡ്, നെഗറ്റീവ്. ഓക്കെ, നിങ്ങളത് മനസ്സിലാക്കി എടുക്കുക. ഇനി ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ DC ആർക്ക് കൺസിസ്റ്റ് ഓഫ് 2/3 ഹീറ്റ് ഓഫ് ദ പോസിറ്റീവ് ടെർമിനൽ ആൻഡ് 1/3 ഹീറ്റ് ഫ്രം ദ നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ എന്തോ പറഞ്ഞു പറഞ്ഞാൽ ഇത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ദ ടോട്ടൽ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ DC ആർക്ക്, ഒരു DC വെൽഡിങ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ആർക്കുണ്ടല്ലോ, ആ ആർക്ക് നമ്മൾ പറഞ്ഞു 3600 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ ആർക്കിൻ്റെ ടെമ്പറേച്ചർ ആവാം, അല്ലെങ്കിൽ 3600 തൊട്ട് 4000 വരെ ആവാം. അപ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ആ 100% ഹീറ്റിൽ കൺസിസ്റ്റ് ഓഫ് 2/3 ഹീറ്റ് ഫ്രം ദ പോസിറ്റീവ് ടെർമിനൽ. പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് ടോട്ടൽ ഹീറ്റിൻ്റെ 2/3%, 1/3 ഹീറ്റ് ഉണ്ടാവുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നുമാണ്. മനസ്സിലായോ? ഒരു ആർക്ക് കത്തുമ്പോൾ അവിടെ ഹീറ്റ് ഉണ്ടാവുമല്ലോ. ആ ഹീറ്റ് ഉണ്ടാവുന്നതിൻ്റെ 2/3 ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നായിരിക്കും. 2/3 ഹീറ്റ് ഉണ്ടാകുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ റിവേഴ്സ് പൊളാരിറ്റി വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുക. ആ റിവേഴ്സ് പൊളാരിറ്റിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം പോസിറ്റീവ് ടെർമിനൽ എവിടെ, ഇലക്ട്രോഡും നെഗറ്റീവ് ടെർമിനൽ വർക്കുമാണ്. അപ്പോൾ ആ വർക്കിനും ഇലക്ട്രോഡിനും ഇടയ്ക്കുണ്ടാകുന്ന ഈ ആർക്കിൻ്റെ ടെമ്പറേച്ചറിൽ 2/3 ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇലക്ട്രോഡും 1/3 ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വർക്കുമാണ്. മനസ്സിലായോ? അതാണ് പറയുന്നത്. പോസിറ്റീവ് ടെർമിനലിൽ 2/3 ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നെഗറ്റീവ് ടെർമിനലിൽ 1/3 ഹീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഒരു ആർക്ക്, DC ആർക്ക് വെൽഡിങ്ങിൽ ആ ആർക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിൻ്റെ 2/3 പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോസിറ്റീവ് ടെർമിനലിൽ നിന്നും 1/3 പ്രൊഡ്യൂസ് ചെയ്യുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്നുമാണ്. മനസ്സിലായോ? അപ്പോൾ പൊളാരിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് പൊളാരിറ്റി ഉണ്ട്, റിവേഴ്സ് പൊളാരിറ്റി ഉണ്ട്. പൊളാരിറ്റിയിൽ DCയിൽ മാത്രമേ പൊളാരിറ്റി ഉള്ളൂ. ഇനി നമ്മൾ പറയുന്നത് ആർക്ക് ലെങ്ത് ആൻഡ് ഇറ്റ്സ് ഡിഫക്ട്സ്. ആർക്ക് ലെങ്ത് വളരെ ഇമ്പോർട്ടൻ്റ് പോർഷനാണ്, പക്ഷേ ഇച്ചിരിയേ ഉള്ളൂ. ക്വസ്റ്റ്യനുകൾ ഒരുപാട് ചോദിക്കാവുന്ന ഒരു ടോപ്പിക്കുമാണ് ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്തിൻ്റെ ഡെഫിനിഷൻ തന്നെ ചോദ്യം. അതായത് ഇറ്റ് ഈസ് ദ സ്ട്രെയിറ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ് ടിപ്പ് ആൻഡ് ദ ജോബ് സർഫസ് വെൻ ആർക്ക് ഈസ് ഫോംഡ്. അതായത് നമ്മൾ വെൽഡ് ചെയ്യത്തില്ലേ, വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ആ സർഫസിൽ, ഏത് സർഫസിലാണോ വെൽഡ് ചെയ്യേണ്ടത് ആ സർഫസിൽ നമ്മൾ ഇലക്ട്രോഡ് വയറിൻ്റെ ടിപ്പ് മുട്ടിച്ച് വെക്കാറില്ല. മുട്ടിച്ച് വെച്ചാൽ അത് തമ്മിൽ ഒട്ടിയിരുന്ന് മൂളൽ പോലൊരു സൗണ്ട് കേൾക്കും, വെൽഡിങ് നടക്കത്തില്ല. അപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെൽഡ് ചെയ്യുന്നത്. ആ ഗ്യാപ്പിലാണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ ഹൈറ്റിനനുസരിച്ച് 3 തരത്തിലുള്ള ആർക്ക് ലെങ്ത് ഉണ്ട്. അതായത് നോർമൽ ആർക്ക് ലെങ്ത്, ലോങ് ആർക്ക് ലെങ്ത്, ഷോർട്ട് ആർക്ക് ലെങ്ത്. 3 ആർക്ക് ലെങ്തുകളാണ്. നോർമൽ ആർക്ക് ലെങ്ത്, ഷോർട്ട് ആർക്ക് ലെങ്ത്, ലോങ് ആർക്ക് ലെങ്ത്. അതായത് ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വർക്ക് സർഫസ് ആൻഡ് ടിപ്പ് ഓഫ് ഇലക്ട്രോഡ്. അതായത് വെൽഡ് ചെയ്യേണ്ട സർഫസിൻ്റെ മുകൾ ഭാഗം തൊട്ട് വെൽഡ് ചെയ്യുന്ന ഇലക്ട്രോഡിൻ്റെ ടിപ്പ് വരെയുള്ള ആ പെർപെൻഡിക്കുലർ ഹൈറ്റ്, ആ നിശ്ചിത ഗ്യാപ്പ് വെച്ചിട്ടാണ് നമ്മൾ വെൽഡ് ചെയ്യുന്നത്. ആ ഗ്യാപ്പിലാണ് എയർ ബ്ലോ ചെയ്ത് ആർക്കുണ്ടാകുന്നത്. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ അളവ് കൂടുമ്പോൾ നോർമലായിട്ടിരിക്കുമ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെ ബേസ് ചെയ്താണ് നമ്മൾ ആർക്ക് ലെങ്ത് പറയുന്നത്. ആ തമ്മിലുള്ള ആ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്താണ് ആർക്ക് ലെങ്ത് പറയുന്നത്. ഇനി എന്താണ് നോർമൽ ആർക്ക് ലെങ്ത്? നോർമൽ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ ദ കറക്റ്റ് ആർക്ക് ലെങ്ത് ഓർ നോർമൽ ആർക്ക് ലെങ്ത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ദ ഡയമീറ്റർ ഓഫ് ദ കോർ വയർ ഓഫ് ദ ഇലക്ട്രോഡ്. നോർമൽ ആർക്ക് ലെങ്ത് അല്ലെങ്കിൽ മോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ആർക്ക് ലെങ്ത് എന്താണെന്ന് പറഞ്ഞാൽ കോർ വയറിൻ്റെ ഡയമീറ്റർ ഉണ്ട്. അതാണ്ട് ഇവിടെ കണ്ടോ, ക്യാപിറ്റൽ D എന്ന് കാണിച്ചിരിക്കുന്നതാണ് കോർ വയർ ഡയമീറ്റർ. നമ്മൾ ഉപയോഗിക്കുന്ന ഫില്ലർ റോഡിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രോഡ് വയറിൻ്റെ ഡയമീറ്റർ. അതും ഈ L എന്ന് കാണിച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് കണ്ടോ, ഇത് രണ്ടും തുല്യമായിരിക്കും. ഇതാണ് നോർമൽ ആർക്ക് ലെങ്ത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടിപ്പ് ഓഫ് ഇലക്ട്രോഡ് ആൻഡ് വർക്ക് സർഫസ് ഈസ് ഈക്വൽ ടു
കോർ വയർ ഡയമീറ്റർ ഓഫ് ദ ഇലക്ട്രോഡിൻ്റെ കോർ വയർ ഡയമീറ്ററും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും തുല്യമാണെങ്കിൽ അത് നോർമൽ ആർക്ക് ലെങ്ത് ആണ്. നമ്മളൊരു ഇലക്ട്രോഡ് വയറിനെ സ്പെസിഫൈ ചെയ്യുന്നത് ഈ കോർ വയർ ഡയമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ നോർമൽ ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസും കോർ വയർ ഡയമീറ്ററും തുല്യമായിരിക്കും. ലോങ് ആർക്ക് ലെങ്ത് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടിപ്പ് ഓഫ് ദ ഇലക്ട്രോഡ് ആൻഡ് ദ ബേസ് മെറ്റൽ ഈസ് മോർ ദാൻ ദ ഡയമീറ്റർ ഓഫ് ദ കോർ വയർ. ഇറ്റ് ഈസ് കാൾഡ് ലോങ് ആർക്ക്. അതായത് ഇവിടുത്തെ ആ ഒരു പടം കാണിച്ചിരിക്കുന്ന കണ്ടോ, ലോങ് ആർക്ക് ലെങ്ത് അഥവാ ദാണ്ട് ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എല്ലാം എഴുതിയേക്കുന്ന ഈ ഡിസ്റ്റൻസ് കോർ വയറിൻ്റെ ഡി എന്ന ഡയമീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ അത് ലോങ് ആർക്ക് ലെങ്ത് ആണ്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, പടം നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. അതായത് ഇലക്ട്രോഡിൻ്റെ ടിപ്പും വർക്ക് സർഫസും തമ്മിലുള്ള ലെങ്ത് കോർ വയർ ഡയമീറ്ററിനേക്കാളും കൂടുതലാണെങ്കിൽ ലോങ് ആർക്ക് ലെങ്ത്. ഇനി ഈ കോർ വയർ ഡയമീറ്ററിനേക്കാളും കുറവാണ് ഈ ലെങ്ത് എങ്കിൽ കണ്ടോ, അതിനെ ഷോർട്ട് ആർക്ക് ലെങ്ത് എന്ന് പറയും. അപ്പോൾ കോർ വയർ ഡയമീറ്ററും ഈ ഡിസ്റ്റൻസും തുല്യമാണെങ്കിൽ ഷോർട്ട് ആർക്ക് ലെങ്ത്. കോർ വയർ ഡയമീറ്ററിനേക്കാൾ കൂടുതലാണ് ഡിസ്റ്റൻസ് എങ്കിൽ ലോങ് ആർക്ക് ലെങ്ത്. കോർ വയർ ഡയമീറ്ററിനേക്കാളും കുറവാണ് ഡിസ്റ്റൻസ് എങ്കിൽ ഷോർട്ട് ആർക്ക് ലെങ്ത്. ഇനി അവയുടെ ഡിഫക്ട്സുകൾ പഠിക്കണം. ഈ ലോങ് ആർക്ക് ലെങ്തും ഷോർട്ട് ആർക്ക് ലെങ്തും നോർമൽ ആർക്ക് ലെങ്തിൻ്റെയും പ്രത്യേകതകൾ പഠിക്കണം. അതുപോലെ എന്തൊക്കെ പോരായ്മകൾ ഉണ്ടാവാം. ഇനി എഫക്റ്റ് ഓഫ് ആർക്ക് ലെങ്ത് അത് എഴുതിയേക്കുന്നത് ലോങ് ആർക്ക് ലെങ്തിൻ്റെ കാര്യങ്ങളാണ് എഴുതിയേക്കുന്നത്. എന്താണ് ലോങ് ആർക്ക് ലെങ്തിൻ്റെ പ്രത്യേകതകൾ? എ ലോങ് ആർക്ക് മേക്സ് എ ഹമ്മിങ് സൗണ്ട്. മാർക്ക് ചെയ്ത് വേണം. ഒരു ലോങ് ആർക്ക് ലെങ്തിൽ നമ്മൾ വർക്ക് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന സൗണ്ടിൻ്റെ പേരാണ് ഹമ്മിങ് സൗണ്ട്. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഹമ്മിങ് സൗണ്ട്. ദ ആർക്ക് ഈസ് അൺസ്റ്റേബിൾ. ആർക്ക് സ്റ്റേബിൾ അല്ലാത്ത ഒരു ആർക്കാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കേസസ് ഓക്സിഡേഷൻ ഓഫ് വെൽഡ് മെറ്റൽ അഥവാ ഒരുപാട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നതുകൊണ്ട് എയറിൻ്റെ സമ്പർക്കം മൂലം അവിടെ ഓക്സിഡേഷനൊക്കെ ഒരുപാട് നടക്കും. അങ്ങനെ ആ വെൽഡിന് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പറഞ്ഞാൽ മനസ്സിലായോ? ഈ ലോങ് ആർക്ക് ലെങ്തും ഒരുപാട് സ്പാറ്റർ ക്രിയേറ്റ്സ് മോർ സ്പാറ്റർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ ഇനി പഠിക്കും. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ട് പറഞ്ഞുതരാം. സ്പാറ്റർ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ വെൽഡ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ മെറ്റൽ തെറിച്ച് ആ സർഫസിലൊക്കെ പോയിരിക്കും, ഈ കുത്തുകൾ പോലെ പോയിരിക്കും. അതിനെയാണ് സ്പാറ്റർ എന്ന് പറയുന്നത്. ലോങ് ആർക്ക് ലെങ്ത് വർക്ക് ചെയ്യുമ്പോൾ സ്പാറ്റർ കൂടുതലായിരിക്കും. ലോങ് ആർക്ക് ലെങ്ത് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഉപയോഗിക്കാറില്ല. കാരണം അവിടെ ഉണ്ടാക്കുന്ന വെൽഡ് വെരി പുവറായിരിക്കും. എന്നുവെച്ചാൽ ക്വാളിറ്റി ഇല്ലാത്ത വെൽഡിങ് ആയിരിക്കും ലോങ് ആർക്ക് ലെങ്ത് മൂലം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് ലോങ് ആർക്ക് ലെങ്ത് ഉപയോഗിക്കാറില്ല. എന്നാൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അഥവാ പ്ലഗ് വെൽഡിങ്, സ്ലോട്ട് വെൽഡിങ് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള വെൽഡിങ്ങുകൾക്ക് നമുക്ക് എന്തുപയോഗിക്കാം, ലോങ് ആർക്ക് ലെങ്ത് ഉപയോഗിക്കാം. അത് ടെസ്റ്റിൽ പറഞ്ഞിട്ടില്ല, നിങ്ങൾ നോട്ട് ചെയ്യുക. സ്ലോട്ട് വെൽഡിങ്ങിനും പ്ലഗ് വെൽഡിങ്ങിനും നമ്മൾ എന്തുപയോഗിക്കുന്നു, ഈ ലോങ് ആർക്ക് ലെങ്ത് ഉപയോഗിക്കുന്നു. എന്താണ് അതെന്നൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇനി ഷോർട്ട് ആർക്ക് ലെങ്ത്, ഇറ്റ് മേക്സ് എ പോപ്പിംഗ് സൗണ്ട്. അപ്പോൾ ലോങ് ആർക്ക് ലെങ്തിൻ്റെ സൗണ്ട് ഹമ്മിങ് സൗണ്ടാണ്. ഷോർട്ട് ആർക്ക് ലെങ്തിൻ്റെ സൗണ്ട് പോപ്പിംഗ് സൗണ്ടാണ്. കുറച്ച് വെച്ചിരിക്കണം, പോപ്പിംഗ് സൗണ്ട്. ദ ഇലക്ട്രോഡ് ടു മെൽറ്റ് സ്ലോലി ആൻഡ് ട്രൈ ടു ഫ്രീസ് ദ ജോബ്. ഹയർ മെൽറ്റ് ഡെപ്പോസിറ്റ് വിത്ത് നാരോ വിത്ത് ബീഡ്. ലെസ് സ്പാറ്റർ, ഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ ഈസ് ലെസ്. അതെന്ന് പറഞ്ഞാൽ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, പെനട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ആ ഗ്യാപ്പിലോട്ട് ഉരുകി ഇറങ്ങുന്നതിനെയാണ് പെനട്രേഷൻ എന്ന് പറയുന്നത്, ഉരുകി ഇറങ്ങുന്ന ആ തോതിനെ. അപ്പോൾ ഷോർട്ട് ആർക്ക് ലെങ്ത് എന്ന് പറഞ്ഞാൽ അതിന് പോപ്പിംഗ് സൗണ്ടാണ്. അഥവാ എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അടുത്ത് വെക്കുവാണ് സർഫസുമായിട്ട്, അപ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള മെറ്റൽ ട്രാൻസാക്ഷൻ നടക്കും. പക്ഷേ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഷോർട്ട് ആർക്ക് ലെങ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഇലക്ട്രോഡ് പെട്ടെന്ന് അങ്ങ് തീർന്നു പോകും. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മളൊരു പെൻസിൽ കുത്തി പിടിച്ചങ്ങ് എഴുതി കുറഞ്ഞു കഴിഞ്ഞാൽ കുറേ സമയം കഴിയുമ്പോൾ പെൻസിൽ പെട്ടെന്ന് തീർന്നു പോകും. അതുപോലെ തന്നെയാണ് ഈ ഷോർട്ട് ആർക്ക് ലെങ്ത് വർക്ക് ചെയ്യുമ്പോൾ സ്പാറ്ററും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും, പക്ഷേ ഈ ഇലക്ട്രോഡ് പെട്ടെന്ന് എന്ത് ചെയ്യും, തീർന്നു പോകും. പക്ഷേ ഷോർട്ട് ആർക്ക് ലെങ്തിൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് എന്തിനേക്കാളും, ലോങ് ആർക്ക് ലെങ്തിനേക്കാളും. ഇനി നോർമൽ ആർക്ക് ലെങ്ത്, അവിടെയാണ്
കറക്റ്റായിട്ടുള്ള പെനട്രേഷനും ഫ്യൂഷനും വൃത്തിയാവണ്ണമുള്ള കറക്റ്റ് വെൽഡിങ്ങും ലഭിക്കുന്നത് നോർമൽ ആർക്ക് ലെങ്തിലാണ്. എ സ്റ്റേബിൾ ആർക്ക് പ്രൊഡ്യൂസേഴ്സ് എ സ്റ്റഡി ഷാർപ്പ് ക്രാക്ലിംഗ് സൗണ്ട്. അപ്പോൾ നോർമൽ ആർക്ക് ലെങ്തിൻ്റെ സൗണ്ട് ക്രാക്ലിംഗ് സൗണ്ടാണ്. കണ്ടോ, ക്രാക്ലിംഗ് സൗണ്ട് മറന്നുപോയത്. ആ സൗണ്ടുകളൊക്കെ പ്രത്യേകതയാണ്, ചോദിക്കുന്നതാണ്. ലോങ് ആർക്ക് ലെങ്തിന് ഹമ്മിങ് സൗണ്ടാണ്, ഷോർട്ട് ആർക്ക് ലെങ്തിന് പോപ്പിംഗ് സൗണ്ടും, നോർമൽ ആർക്ക് ലെങ്ത് അഥവാ സ്റ്റഡി ആർക്ക് ലെങ്തിന് ക്രാക്ലിംഗ് സൗണ്ടുമാണ്. ഇലക്ട്രോഡ് ബേൺസ് ഈവൻലി, എന്നുവെച്ചാൽ കൃത്യമായ തോതിലായിരിക്കും ഇലക്ട്രോഡുകൾ ബേൺ ചെയ്ത് തീരുന്നത്. ലെസ് സ്പാറ്റർ കുറവായിരിക്കും. കറക്റ്റ് ഫ്യൂഷൻ ആൻഡ് പെനട്രേഷൻ ലഭിക്കും. ദ സൈസ് ഓഫ് മെറ്റൽ ഡിപ്പോസിഷൻ ഈസ് കറക്റ്റ്, കൃത്യമായ മെറ്റൽ ഡിപ്പോസിഷനും എല്ലാം കൃത്യമായ തോതിൽ ലഭിക്കുന്നതാണ് നോർമൽ ആർക്ക് ലെങ്ത്. നമ്മൾ മൈൽഡ് സ്റ്റീൽ വെൽഡിങ്ങിനെല്ലാം കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നോർമൽ ആർക്ക് ലെങ്ത് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന വ്യത്യസ്തമായ ആ രീതിക്കനുസരിച്ച് നമ്മൾ ആ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതനുസരിച്ചാണ് ലോങ് ആർക്ക് ലെങ്തും ഷോർട്ട് ആർക്ക് ലെങ്തും നോർമൽ ആർക്ക് ലെങ്തും വ്യത്യാസമാകുന്നത്. ആ ഗ്യാപ്പ് ഇലക്ട്രോണിൻ്റെ ടിപ്പും വർക്ക് സർഫസും തമ്മിലുള്ള ഗ്യാപ്പിലെ വ്യത്യാസങ്ങളാണ് ഈ നോർമൽ എന്നും ഷോർട്ട് എന്നും ലോങ് എന്നും പറഞ്ഞ് തിരിച്ചിരിക്കുന്നത്. ഓക്കെ ആണേ, അത് നിങ്ങൾ വ്യക്തമായി വായിച്ച് ഈ വീഡിയോ കേട്ടതിന് ശേഷം നോട്ട് എഴുതെടുക്കുക. ഇനി ഫോൾട്ട്, വെൽഡിങ്ങിലുണ്ടാകുന്ന കുറച്ച് ഫോൾട്ടുകൾ. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ആൻ ഇംപെർഫെക്ഷൻ ഇൻ ദ വെൽഡിങ്ങിലുണ്ടാകുന്ന ഒരു ഇംപെർഫെക്ഷൻ, വെൽഡ് ചെയ്ത് കഴിഞ്ഞാലുണ്ടാകുന്ന കുറച്ച് ഡിഫക്റ്റുകൾ. അതൊരു വലിയ ടോപ്പിക്കാണ്, അതേക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് പിന്നീട് എടുക്കാം. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പാണ് പറയുന്നത് വെൽഡിങ് ഡിഫക്റ്റുകൾ. വിസിബിൾ ഡിഫക്റ്റും ഉണ്ട്, ഇൻവിസിബിൾ ഡിഫക്ട്സും ഉണ്ട്. അഥവാ നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന പോരായ്മകൾ അഥവാ ഡിഫക്റ്റുകളും ഉണ്ട്, എന്നാൽ നേരിട്ട് കാണാൻ പറ്റാത്ത കേടുപാടുകളും ഉണ്ട് ഒരു വെൽഡിങ്ങിൽ. ഇനി നേരിട്ട് കാണാൻ പറ്റുന്ന വിസിബിളായിട്ടുള്ള ഫാൾട്ടുകൾ, ഒരു വെൽഡിങ്ങിന് ശേഷം നമുക്ക് വിസിബിൾ ആവുന്ന കുറച്ച് ഫാൾട്ടുകൾ എന്നുവെച്ചാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ് വിസിബിൾ ഫോൾട്ട് എന്ന് പറയുന്നത്. ആ വിസിബിൾ ഫോൾട്ടുകളാണ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്ലാഗ് ഇൻക്ലൂഷൻ, ബ്ലോ ഹോള്, സ്പാറ്റർ, ട്രേ ആർക്ക്, അണ്ടർ കട്ട് എന്നൊക്കെ പറയുന്നത് നോർമലായിട്ട് വിസിബിളായിട്ടുള്ള വെൽഡിങ്ങിൻ്റെ ഡിഫക്റ്റുകളാണ്, ഫോൾട്ടുകളാണ്. ഇനി ഇൻവിസിബിളായിട്ടുള്ള കുറച്ച് ഫോൾട്ടുകളാണ് സ്ലാഗ് ഇൻക്ലൂഷൻ, ഗ്യാസ് പൈപ്പ് ഹോള്, പോറോസിറ്റി, ക്രാക്ടർ, ബ്ലോ ഹോളും ഒക്കെ നമുക്ക് വിസിബിൾ അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ അഥവാ വെൽഡിൻ്റെ ഇടയ്ക്കുണ്ടാകുന്നത് ആണ് ഈ പറഞ്ഞ ഇൻവിസിബിൾ ഫോൾട്ടുകൾ. വെൽഡിന് പുറമേ ഉള്ളതാണ് വിസിബിൾ ഫോൾട്ടുകൾ. അപ്പോൾ ഈ പറയുന്ന ബ്ലോ ഹോളും സ്പാറ്ററും അണ്ടർ കട്ടും എല്ലാം നമുക്ക് വിശദമായിട്ട് പഠിക്കാനുണ്ട്, അന്നേരം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫോൾട്ടുകളെ നമ്മൾ വിസിബിൾ ഫോൾട്ടെന്നും ഇൻവിസിബിൾ ഫോൾട്ടെന്നും പറഞ്ഞ് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പൊളാരിറ്റി പറഞ്ഞു, ആർക്ക് ലെങ്ത് പറഞ്ഞു, വെൽഡിങ്ങിൻ്റെ ഡിഫക്ട്സ് പറഞ്ഞു. അപ്പോൾ നിങ്ങളിത് വ്യക്തമായിട്ടൊന്ന് കേൾക്കുക, കേട്ടതിന് ശേഷം നോട്ട് എഴുതിയെടുക്കുക.